ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾക്ക് ഇന്ന് നല്ലൊരു ചില്ലി പ്രോൺസും ക്രീമി പാസ്തയും റെഡിയാക്കിയാലോ. അപ്പോൾ നമ്മളുടെ പ്രോൺസ് കഴുകി വൃത്തിയാക്കി വെച്ചു. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കോൺഫ്ലവറും ചേർത്ത് അതൊന്ന് മാരിനേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഓയിലിൽ വറുത്ത് കോരി മാറ്റി കേട്ടോ. അപ്പോൾ അതേ ഓയിലിൽ തന്നെ നമുക്ക് സവാളയും ക്യാപ്സിക്കവും പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ തന്നെ നമുക്കതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റി കേട്ടോ. അപ്പോൾ കാശ്മീരി ചില്ലി ആണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്തത് ഒരു ചെറിയ ടീസ്പൂൺ സോയാ സോസും പിന്നെ ടൊമാറ്റോ സോസും. ഇത് ചേർത്തതിന് ശേഷം അത് ഒന്ന് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മളതൊന്ന് തിളച്ച് വന്നപ്പോൾ നമുക്കതിലേക്ക് നമ്മളുടെ വറുത്ത് കോരി വെച്ചിരുന്ന നമ്മളുടെ പ്രോൺസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രോൺസിൽ കോൺഫ്ലവറൊക്കെ ചേർത്തിരുന്നത് കൊണ്ടിട്ട് വേറെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നല്ലൊരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ചില്ലി പ്രോൺസ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അടുത്തൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ പാസ്ത നമ്മൾ വേവിക്കാനായിട്ട് വെച്ചു. നമ്മൾ തിളച്ച വെള്ളത്തിൽ ഉപ്പൊക്കെ ചേർത്ത് പാസ്ത നമ്മൾ വേവിച്ച് മാറ്റി ഊറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ക്രീം റെഡിയാക്കുവാണ്. അപ്പോൾ അതിന് നമ്മൾ സാധാ ഓയിലിൽ നമ്മളുടെ സവോളയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്തൊന്ന് വഴറ്റി. എന്നിട്ട് അതൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്തു. അതും ഒന്ന് വഴറ്റി. അതിനുശേഷം അതിലേക്ക് നമ്മളുടെ കവറ് പാലുണ്ടല്ലോ, ഏതെങ്കിലും ഒരു കവറ് പാല്, ഇങ്ങനെ ഒരു പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ, അത് ഒഴിച്ച് കൊടുത്തു. അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോൾ അതൊന്ന് ആ കോൺഫ്ലവർ ചേർത്തിരിക്കുന്നത് കാണണം. അതൊരു ക്രീമി ടെക്സ്ചറിൽ വരും കേട്ടോ. അപ്പോൾ ഇത് എന്ന് പറയുന്നത് നമുക്ക് എരിവിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇതിൽ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിതിൽ പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മതിയാകും. അപ്പോൾ നമ്മളുടെ എരിവിന് ആവശ്യമായിട്ട് നമുക്കതുപോലെ ഇഷ്ടത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന നമ്മളുടെ പാസ്ത നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തു. ഇങ്ങനെ മിക്സ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ പാലും ആ കോൺഫ്ലവറും ഒക്കെ അതിൽ ഒന്ന് കോട്ടഡ് ആയിട്ട് വന്നം. അങ്ങനെ അതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിനി അടുത്തത് നമ്മളുടെ ഫ്രഷ് ക്രീം ചേർക്കുക എന്നുള്ളതാണ്. ഫ്രഷ് ക്രീം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഒരു പാക്കറ്റോളം ഫ്രഷ് ക്രീം ഞാനിതിൽ ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളുടെ ക്രീമി പാസ്ത വളരെ എളുപ്പത്തിൽ റെഡിയായി കഴിഞ്ഞു. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ നമ്മളുടെ ഡിന്നർ എന്ന് പറയുന്നത് ഇതായിരുന്നു കേട്ടോ. ക്രീമി പാസ്തയും നമ്മുടെ ചില്ലി പ്രോൺസും. നമ്മുടെ സാധാ ചെമ്മീനാണ് കേട്ടോ എടുത്തിരിക്കുന്നതിനായിട്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.